നമസ്തേ. ഡബിൾ ബാരലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഈ കൂട്ടത്തിലേക്ക് നിങ്ങളും വരണം എന്നൊന്ന് ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു നല്ല രസകരമായ വീഡിയോ. കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഒരു കോൺക്ലേവിൽ നമ്മുടെ മിനിസ്റ്റർ സുരേഷ് ഗോപിയെ ക്ഷണിച്ചു. അദ്ദേഹം അതിൽ പങ്കെടുത്തു. നിഷ എന്ന് പറയുന്ന ആ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുവാനും അദ്ദേഹത്തിനെ ആ കോടതി മാധ്യമ കോടതിയിലിട്ട് അങ്ങ് ചുരുട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ച് അങ്ങ് ചോദ്യങ്ങളുടെ ശരവുമായി വന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, സുരേഷ് ഗോപി അന്ന് നല്ല ഫുൾ ഫോമിലായിരുന്നു. അദ്ദേഹം നല്ല 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 ചുട്ട മറുപടി കൊടുത്തു. അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ മാധ്യമങ്ങളൊക്കെ അവരെ വിചാരം അവരാണ്, അവരൊരു നെടുന്തൂണാണ്, അല്ല എന്ന് പറയുന്നില്ല. നമ്മളെ പോലെയുള്ള സാധാ ജനങ്ങൾക്ക് പല സംഗതികളും നമ്മൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. പക്ഷേ മാധ്യമങ്ങൾ അവരുടെ ആ ധർമ്മമൊക്കെ മറന്ന് ഒരാളെ കിട്ടിയാൽ പിച്ചി ചീന്തി കഷ്ണം കഷ്ണമാക്കി അവരുടെ കുടുംബത്തിനെ വരെ ഇല്ലാതാക്കി നശിപ്പിച്ച് ഒന്നുമല്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരും. ഇപ്പം സുരേഷ് ഗോപിനെ എവിടെ വെച്ച് കിട്ടിയാലും അങ്ങ് തകർത്തെറിയുന്ന ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിരുന്നു കുറെ കാലമായി. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അഡ്രസ് ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി ജയിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത് സുരേഷ് ഗോപിയാണ്. അപ്പൊ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. അങ്ങനെ മൂന്നാമതും മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു കയറി വരുന്ന, അദ്ദേഹത്തിന് വോട്ട് പിടിക്കുന്ന ഒരു രംഗമുണ്ടായി അവിടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ കഠിന പ്രയത്നവും അതിന്റെ കൂടെ ഇയാളെ ഒരു ചെറിയ ഒരു സിനിമ ആ ഒരു ഗിമിക്ക് ഉണ്ടല്ലോ, അത് എല്ലാം കൂടിയായി ജനങ്ങളുടെ മനസ്സിന്. പിന്നെ അദ്ദേഹം ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു സാധാ സിനിമാ നടന്റെ മാതിരി വാങ്ങിയെല്ലാം കീശയിൽ വെച്ച് വീട്ടിൽ പോകുന്ന പരിപാടിയല്ല. അദ്ദേഹം ജനങ്ങളെ അങ്ങ് അകമഴിഞ്ഞ് സഹായിക്കും. അതിന് ഒരു മടിയും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഏകദേശം വിജയിക്കുമെന്നായപ്പോ പത്രക്കാരാകെ വിറളി പൂണ്ടിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ഇയാളെ തോൽപ്പിക്കണം എന്ന് കച്ച കെട്ടി ഇറങ്ങിയതായിരുന്നു. എങ്ങനെയാണ് ഇയാളെ ഇല്ലാതാക്കുക? ഇയാളൊരു കിരീടമായിട്ട് പോയി. ആ കിരീടം പതുക്കെ തട്ടിയിട്ട് അത് പിന്നെ അതിന് സ്വർണമല്ല, അത് ചെമ്പാണ്. എന്നിട്ട് അയാളെ ചെമ്പ് ഗോപി എന്നൊക്കെ വിളിച്ച് അവഹേളിക്കുക. ഇങ്ങനെ പല പരിപാടികളും. ഇതിനൊക്കെ ആസൂത്രണം ചെയ്തത് നമ്മളെ കേരളത്തിലെ മലയാള മാധ്യമം, TV ആയാലും പത്രങ്ങളായാലും മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്കും മറ്റ് ചില വിരളി പൂണ്ട ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ ഒരു സ്ത്രീ വിഷയ കേസിൽ വരെ കുടുക്കി. മാധ്യമം എന്ന് പറയുന്ന പത്രത്തിന്റെ റിപ്പോർട്ടർ അവളെ ഒന്ന് പുറത്ത് തട്ടിയതിന് അദ്ദേഹത്തിനെ വളരെ മോശമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത് അദ്ദേഹത്തിനെ അകത്താക്കാമെന്ന് വരെ വ്യാമോഹിച്ചു. അതിനു വേണ്ടി കച്ച കെട്ടി കുറെ ആൾക്കാർ ഇറങ്ങി. അത് കുറച്ച് ദിവസം ഒരു കൊട്ടിപ്പാട്ട് തന്നെയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം
ഈ കോൺക്ലേവിൽ വിളിച്ചുകൊണ്ട് ഈ നിഷ എന്ന് പറയുന്ന ഈ ഈ റിപ്പോർട്ടർ കുറെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം കൊടുത്ത മറുപടി വളരെ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്തു. അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ജനാധിപത്യത്തിലൊന്നും വിശ്വാസമില്ലേ? അയാൾ പറഞ്ഞു, പൂർണ്ണമായി എനിക്ക് വിശ്വാസമുണ്ട്. ജനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, ജനങ്ങളിൽ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളിൽ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെ ആ കുത്തിത്തിരിപ്പ് പരിപാടി നിർത്തണം എന്ന് അവരെ മുഖത്ത് നോക്കി അയാൾ പറഞ്ഞു. അയാൾ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ ചോദിച്ചു, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസമുണ്ട്, അത് ജനങ്ങളാണ്. ജനങ്ങൾ, അല്ലാതെ നിങ്ങളിലൂടെ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വാസമൊന്നുമില്ല. കാരണം നിങ്ങൾ ശരിയല്ല. നിങ്ങൾ എന്റെ വായിൽ നിന്ന് എന്താണ് ചോദിച്ച് നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി നാല് ഭാഗത്തു നിന്നുകൊണ്ട് ചോദ്യങ്ങളുടെ ശരങ്ങൾ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് നിങ്ങളെ ഒരു പരിപാടിയാണ്. ഇവിടെ ഇവര് ചോദിക്കുന്നു, അപ്പോഴെന്താ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണ്ടേ എന്ന്. അദ്ദേഹം പറയുന്നു, ജനങ്ങൾ അറിയണം. ജനങ്ങൾ അറിയേണ്ടത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. അതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് കോടതിയിലൂടെ ജനങ്ങൾ അറിയും. അപ്പൊ എന്താ പത്രങ്ങളിലൂടെ അറിയേണ്ട? പത്രങ്ങളല്ലേ ഇത് ഈ ജനാധിപത്യത്തിന്റെ ഒരു നെടുന്തൂണെന്നില്ല തരത്തിലുള്ള ചോദ്യമൊക്കെ കുട്ടി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സത്യസന്ധമായിട്ട് സത്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാവും. അല്ല, നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് പരിപാടിയുമായിട്ട് വരികയാണെങ്കിൽ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അതിനൊരു ഉത്തരം കണ്ടെത്തുക, എന്നിട്ട് അതിനെ അങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഒരു ആളെ ഇല്ലാതാക്കുന്ന പരിപാടിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. സുരേഷ് ഗോപിയെ അതിൻ്റെ ഇടയിൽ ചോദിച്ചു, മറ്റേ നിങ്ങള് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോ പിന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എനിക്കത് പറഞ്ഞൂടെ? ഞാൻ അവിടെ കയറിയിരുന്ന് ഞാൻ ആ ചെയ്യാൻ പോകുന്ന സത്യപ്രതിജ്ഞന്റെ മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം കൃഷ്ണനെ വിളിച്ചു, ഞാൻ വാസുദേവനെ വിളിച്ചു, ഞാൻ മന്ത്രങ്ങൾ ചൊല്ലി, ഞാൻ ഗുരുവായൂരപ്പന്റെ മന്ത്രങ്ങൾ ചൊല്ലി, അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് നടന്നു പോയത്. പിന്നെ മൈക്കിന്റെ എടുത്തെത്താനായ സമയത്ത് ഞാൻ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞത് മൈക്കിലൂടെ വന്നു. അതിനെന്ത് തെറ്റുണ്ട്? എന്ത് തെറ്റാണ് ഞാൻ അതിൽ ചെയ്തത് എന്ന് ചോദിച്ചു. അവർക്ക് മറുപടി പറയാനില്ലായിരുന്നു. അത്രയും സുന്ദരമായ മറുപടിയാണ് സുരേഷ് ഗോപി. എന്താ ഹിന്ദു ആയ ഒരാൾക്ക് മറ്റുള്ള മതസ്ഥരൊക്കെ ഇവിടെ ഇൻ ദ നെയിം ഓഫ് അള്ള, ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഹിന്ദു അവന്റെ സ്വന്തം ദൈവമായ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊന്ന് പറഞ്ഞതിന് ഭയങ്കര ഒരു പാപമായി പോയി പത്രക്കാർ. ഏതായാലും അതിന് ഒരു തക്കതായ മറുപടി കൊടുത്ത് സുരേഷ് ഗോപി സാറിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണത്. അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള പല ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങൾ എന്തിനാണ് ഒരു കൊടിയും പിടിച്ച് മാർച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോയത്? അടുത്ത ചോദ്യ. അദ്ദേഹം അതിനും എന്താ എനിക്ക് അങ്ങനെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. എന്താ എനിക്ക് അങ്ങനെ പോയിക്കൂടെ? അങ്ങനെ ഒരു കൊടിയും പിടിച്ച് ഞാൻ പോയതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ അങ്ങനെ ഒരു കൊടിയും പിടിച്ച് ഇങ്ങനെ ഒരു മാർച്ച് ചെയ്തിട്ട് ഒറ്റക്ക് ഇങ്ങനെ പോയതിന്റെ എന്താണ്, അത് പത്രത്തിലൊക്കെ വരാനോ ഇതിന്റെ ഒരു കവറേജിനൊക്കെ വേണ്ടിയൊക്കെയാണോ എന്നുള്ള തരത്തിലൊരു ചോദ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കുട്ടി ആ കൊടി കൊണ്ടു തന്നു. ആ കൊടിയെ ചുരുട്ടി കൂട്ടിയിട്ട് ഒക്കത്ത് വെച്ച് വരാൻ എനിക്ക് തോന്നിയില്ല. അതല്ലെങ്കിൽ എടുത്തിട്ട് എവിടെയെങ്കിലും മടക്കി സൈഡിൽ ഇടാനും തോന്നിയില്ല. വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തയക്കാനും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ച് ഞാൻ അങ്ങനെ നടന്നു പോയി ഉള്ളിലേക്ക്. അത് ഫോട്ടോ എടുത്തു വിട്ടു. അതിനിപ്പോ എന്താ കുഴപ്പം? അതിന്റെ തെറ്റെന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പറയാൻ പറ്റിയില്ല.
അവിടെയും പിന്നെ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ അത്ര കലിപ്പ് എന്നാ ചോദിച്ചത്. വല്ലാത്തൊരു ഡയലോഗാണ്. നിങ്ങൾക്ക് എന്തിന് ഇത്ര കലിപ്പ് എന്ന്. അപ്പൊ അയാൾ വളരെ എനിക്ക് അങ്ങനത്തെ കലിപ്പൊന്നുമില്ല. കലിപ്പ് വേണ്ടിടത്ത് കലിപ്പുണ്ടാകും. ഒരു സംഗതിയെ പറ്റിയിട്ട് 3 പ്രാവശ്യം 3 ദിവസം ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും തടഞ്ഞു വെച്ചുകൊണ്ട് എന്നെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കലിപ്പുണ്ടാകും. അതിനെന്താ ഒരു സംശയം? അങ്ങനെ പത്രക്കാർക്ക് ഒരു വിചാരമുണ്ട്. അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം കിട്ടുന്നവരെ എല്ലാവരെയും അങ്ങ് പറഞ്ഞ് അങ്ങ് കുടുക്കി എല്ലാരെയും ഒരു 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 വഴിക്കാക്കാമെന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വിട്ടോളാൻ പറഞ്ഞ് കേസും കൊടുത്ത് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഗാർഡോട് കൂടി അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അത് പത്രക്കാർക്ക് ആകെ ഒരു വലിയൊരു ക്ഷീണം തന്നെയായി. ആ ക്ഷീണത്തിന്റെ കൂടെ ആ കോൺക്ലേവിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എന്താ പറയണ്ടേ, നല്ല നല്ല ചുട്ട മറുപടി അങ്ങനെ കൊടുത്തപ്പോ അത് ഇന്ന് വരെ സുരേഷ് ഗോപി പത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാലോ സാധാരണ ഉണ്ടാകുന്ന പ്രസംഗങ്ങളിലൊക്കെ തന്നെ എല്ലാത്തിൽ നിന്നും ചോദ്യത്തെ വളരെ പക്വതയോടുകൂടി അദ്ദേഹം ചെയ്ത ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുണ്ടല്ലോ, അതിനെ എങ്ങനെയൊക്കെ പ്രശംസിക്കണം എന്നുള്ള വാക്കുകളില്ല എന്ന് തന്നെ പറയാം. എന്ത് തരത്തിലാണ് പ്രശംസിക്കേണ്ടത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അത്ര ഗംഭീരമായിരുന്നു. കാരണം ഈ പത്രക്കാരെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു, കാരണം ഇവർ ഈ ഫോട്ടോ എടുത്ത് ഈ കുറെ ന്യൂസും കൊടുത്ത് ഇവരെ ഓരോ ആൾക്കാരെ ഇങ്ങനെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഈ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇതൊക്കെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി ആരെങ്കിലൊക്കെ ഉണ്ടാകണം. അവർക്കറിയാഞ്ഞിട്ടല്ല, എങ്കിലും ആരെങ്കിലൊക്കെ അവരുടെ ഒരു പരിപാടിയിൽ വെച്ച് തന്നെ ഇത് പറയണം. അതാണ് അവിടെ സംഭവിച്ചത്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. അത് വളരെ ഹാപ്പിയായി. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി സുരേഷ് ഗോപി സാറിന് ഒരു സല്യൂട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഈ ചെറിയൊരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്തേ.